കോഴിക്കോട് ജില്ലയിലെ അർജുൻ എന്ന് പറയുന്ന യുവാവിനെ കുറിച്ചുള്ള ബഹുലമായിട്ടുള്ള സംഭവ ചർച്ചകളാണ് നമ്മുടെ രാജ്യത്തുടനീളവും നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര വാർത്തയിൽ മുന്നിൽ നിൽക്കുന്നത്. അർജുനെ ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഒരാഴ്ച തികഞ്ഞിരിക്കുന്നു. ഇന്നും അർജുനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അർജുൻ എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. ലോറി ഉൾപ്പെടെയാണ് പോയിരിക്കുന്നത്. അർജുന്റെ കൂടെ കർണാടകയിലുള്ള 2 പേരും കൂടി കാണാതായിട്ടുണ്ട്. മൊത്തം 3 പേരെ കണ്ടെത്താനുണ്ട്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് തടിയുമായിട്ട് വരുന്ന വഴി ഷിരൂരിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ അർജുൻ അതിനുശേഷം മലയിടിച്ചിൽ മൂലം ഈ അർജുനെ കാണാതാവുകയും ഇതുവരെയും ബോഡി കണ്ടെത്താൻ സാധിക്കുക അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ചു വന്ന ലോറി കണ്ടെത്താൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഖേദകരമായിട്ട് പറയാൻ തോന്നുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച 2014 നരേന്ദ്രമോദി കയറിയപ്പോൾ നമ്മളിപ്പോൾ 10ും 12ാമതും കിടക്കുവാണ്. നമ്മൾ ലോകരാജ്യങ്ങളെ കിടപിടിച്ച് അവരോട് മല്ലടിച്ചുകൊണ്ട് നമ്മൾ 1ാം സ്ഥാനത്തെത്തും, നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാതോരാതെ വിലസുന്ന നരേന്ദ്രമോദി 2014 മുതൽ ഈ 2024 വരെ ഭരിച്ചു വന്ന് നിൽക്കുമ്പോൾ 2019 പിന്നെയും ഭരണം തുടരുന്ന ആ സമയത്ത് നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ 4ാമതെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് കൊണ്ട് 10ും 12ാമതും ആക്കിയ രാജ്യത്തിന് ഇപ്പോൾ BJP 4ാമതാക്കി എന്നൊക്കെ പറയുന്നു. അത് ഏത് രീതിയിലാണ് 4ാമതാക്കി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു യുവാവ് മറ്റ് 2 പേരും 3 പേരെ ഒരു രാജ്യത്ത് നിന്നും ഒരു പ്രകൃതി ദുരന്തത്തിൽ കാണാതായിട്ട് ആ കാണാതായ യുവാക്കളെ കണ്ടെത്താൻ പോലും സാധിക്കാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ കേന്ദ്രം വരെ ഇടപെട്ടു, പട്ടാളക്കാർ വന്ന് തിരച്ചിൽ നടത്തുന്നു. എല്ലായിടത്തും രാജ്യത്തുടനീളമായിട്ട് ഈ ഒരു സംഭവം ചർച്ചാ വിഷയം തന്നെയാണ്. ഇപ്പോഴും അതിലൊരു മയവുമില്ല. വേറെയുള്ള എല്ലാ വാർത്തയും ഇപ്പോൾ കാവടി യാത്രയെക്കുറിച്ചുള്ള വിവാദമൊക്കെ കിടന്നിട്ട് അതുവരെയും നീറ്റ് പരീക്ഷയുടെ വിവാദം കിടന്നിട്ട് അതുവരെയൊക്കെ മാറ്റിമറിച്ച് വേറൊരു വാർത്തയ്ക്കും ഹോപ്പില്ലാത്ത അവസ്ഥയിൽ കൊണ്ട് ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന യുവാവിലേക്ക് കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഒരു രാജ്യത്ത് നടന്ന ഈ ഒരു സംഭവം ഇതില് ഒരു യുവാവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ദൗർബല്യമാണ് നമ്മുടെ സിസ്റ്റങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സർക്കാർ, മറ്റ് എല്ലാ സംവിധാനങ്ങളും എന്നുള്ളത് ഇതിലോടകം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾക്കും അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കേന്ദ്രത്തിന് പിന്നെ ഈ നരേന്ദ്രമോദി പറഞ്ഞത് ലോകരാജ്യങ്ങളിൽ 1ാമതെത്തിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കടം എന്നത് 205 ലക്ഷം കോടി രൂപയാണ്. 205 ലക്ഷം കോടി രൂപയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കേന്ദ്രത്തിന് കടമുള്ളത്. ചിലപ്പോൾ ഈ കടം നേടുന്നതിലായിരിക്കും ഈ ലോകരാജ്യങ്ങളിൽ 1ാമത് വരും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായിരിക്കും വളർച്ച എന്ന് നരേന്ദ്രമോദി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ലക്ഷം കോടി രൂപയുടെ കടം നരേന്ദ്രമോദി വരുത്തി വെച്ചിട്ട് അങ്ങ് പറയുകയാണ് എല്ലാ രീതിയിലും ഇന്ത്യ വളർന്ന് വലുതായി എവിടെയൊക്കെ എത്തിയെന്ന്. അങ്ങേയറ്റം ശ്രീലങ്കയുടെ അത്ര പോലും എത്തിയിട്ടില്ല എന്ന് വേണം ഈ ഒരു സംഭവത്തിന് വെച്ച് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. ഈ ഒരു കാണാതായ 3 പേരെ കണ്ടെത്താൻ സാധിക്കാത്തത് കേവലം ശ്രീലങ്കയുടെ അത്ര പോലും എത്തുന്നില്ല എന്നുള്ളത് വേണം പറയാൻ, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടി വരത്തുള്ളൂ. വേറൊരു വശം ഇതിൽ എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് വിചാരിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളും ഇതിനോടകം തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു അർജുൻ വിഷയം, ഈ ശിരൂരിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിനെ കുറിച്ച് എല്ലാവരും ഇതിനോടകം തന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും നീറ്റായിട്ട് നമ്മുടെ മുന്നിലെത്തിച്ചു. നമ്മൾ കണ്ടതാണ് 24ന്റെ മുന്നിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹാഷ്മി വരെയും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അരുൺകുമാറും ഗ്രൗണ്ടിൽ ഇറങ്ങി അതിന്റെ വശങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത് നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ മറ്റു ഭാഗങ്ങളിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാം. കൊച്ചു കുട്ടികൾ വരെയും ചോദിക്കുന്ന ഒരു കാര്യം, ലോറി കണ്ടെത്തി എന്നുള്ളതാണ്. 12 വീൽ ലോറിയാണ്, ഫുള്ള് ലോഡാണ്. ഒരു തടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്രം ഇപ്പം പട്ടാളം ഇടപെട്ടിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇസ്രയേലിന് അവരുടെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ടല്ലോ. കടലിന്റെ ഏറ്റവും ആഴം കൂടിയ കടലിന്റെ അടിയിലുള്ള എന്തൊക്കെ കണ്ടെത്തുന്നതും അതുപോലെ തന്നെ മലയുടെ അടിയിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തുന്നൊക്കെ ഒരു സിസ്റ്റം ഒക്കെ വരാനായിരിക്കും ഇനി ഇസ്രയേൽ ചിലപ്പോൾ ഇടപെടണമായിരിക്കും. എനിക്കിതിൽ വേറൊരു വശം പറയാനുള്ളത്, ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തി അവിടെയാണ് വേറൊരു വശം പറയാനുള്ളത്. നമ്മുടെ ഇവിടെ 100ഉം 500ഉം 600ഉം വർഷം പഴക്കമുള്ള പള്ളികൾ, മുസ്ലിം പള്ളികൾ നമ്മുടെ ഇന്ത്യയിലെ പല മേഖലയിലും, ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ, മധ്യപ്രദേശ്, ഡൽഹി, മറ്റ് ഇതര മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിലൊന്നാണ് ഉത്തർപ്രദേശിലെ നമ്മളെ ബാബരി മസ്ജിദ്.
അതുപോലുള്ള നിരവധി മസ്ജിദുകൾ നിലനിന്നു. ഈ മസ്ജിദുകളുടെ അടിയിൽ 500ഉം 1000ഉം 1500ഉം 2500ഉം വർഷങ്ങൾക്ക് മുമ്പ് ദേവി ജീവിച്ചിരുന്നു, ദേവി താമസിച്ചത് ഇവിടെയാണ്, ശിവന്റെ കാല് പതിഞ്ഞത് ഇവിടെയാണ്, ദേവിയുടെ മുടി അവിടെ കണ്ടു, മറ്റത് അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും പള്ളികൾ ഇടിച്ചു നിർത്തി. ഈ 1000 വർഷത്തിന് മുമ്പ് ദേവി അതിന്റെ അടിയിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആ പള്ളികളുടെ അടിയിലുള്ള അവശിഷ്ടങ്ങൾ, ദേവിയുടെ അത് ഇത് മറ്റത് മറിച്ചതെല്ലാം കണ്ടെത്തി അത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേവലം ഒരു 50 അടി അല്ലെങ്കിൽ 100 അടിയിൽ താഴെയുള്ള, പോട്ടെ ഒരു 200 അടി കൂട്ട്, അതിൻ്റെ അടിയിൽ താഴെയുള്ള ഈ മണ്ണിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ ആ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുപോലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ട് അതിൽ നിന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ 3 വ്യക്തികളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ ഒന്നാമത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും അവസാന രാജ്യമാക്കി മാറ്റുന്നതിന് തുല്യമാണ്. വർഗീയതയ്ക്കും അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് പള്ളിയുടെ അടിയിൽ 1000 വർഷത്തിന് മുമ്പ് ഇന്നതുണ്ടായിരുന്നു, 5000 വർഷത്തിന് മുമ്പ് ഇന്നതുണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാൻ പറ്റി. ഒറ്റയടിക്ക് ഒരു യുവാവ് കാണാതായിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്താൻ ഇവിടെ കിടന്ന് ഇരുട്ടത്ത് തപ്പുകയാണ്. എന്തൊരു സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. രാജ്യത്തിൻ്റെ വളർച്ച 205 ലക്ഷം കോടി രൂപയാണ് കടം. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച. നരേന്ദ്രമോദി ഒന്ന് ഇറങ്ങി പോകാമോ? നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഒരു നോട്ട് നിരോധനം എല്ലാ രീതിയിലും വളർന്നു വലുതായി എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഏത് രീതിയിലാണ് വളർന്നു വലുതായി ശരിയാണ്. RSSും സംഘപരിവാറും ശിവസേനയും മറ്റ് വർഗീയ തീവ്രവാദികൾക്ക് പള്ളികൾ ഇടിച്ചു നിരത്താനും പാവങ്ങളെ അടിച്ചു കൊല്ലാനുമുള്ള കഴിവിന് ആ കഴിവ് വലുതാക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. എന്താ അവസ്ഥയാണ് സാഹചര്യങ്ങളെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.